നമ്മൾ നോക്കുന്നത് കേട്ട് കഴിഞ്ഞ് ഒരുപോലെ ഇരിക്കും, അന്ന് അർത്ഥം രണ്ടായിരിക്കും. അങ്ങനെയുള്ള കുറച്ച് വാക്കുകളാട്ടോ, 2-3 ഓക്കെ. ഇപ്പൊ പേഡ് പേട്ട്, ഇവിടെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നതിൽ തെറ്റ് പറ്റി കഴിഞ്ഞാൽ എന്താവും? കേൾക്കുന്നവർക്ക് അർത്ഥം ടോട്ടലി ചേഞ്ച് ആയിട്ടാവും മനസ്സിലാവുക കേട്ടോ. ഓക്കെ, പേഡ് എന്ന് പറയുന്നത് വൃക്ഷം, നമുക്കറിയാം അല്ലെ, ഹിന്ദിയിൽ മരത്തിനെ പറയുന്നത് പേഡ് എന്നാണ്. പക്ഷെ എനിക്ക് വയറ് വേദനിക്കുന്നു എന്ന് പറയുമ്പോ എങ്ങനെയാ പറയണ്ടേ? വയറിനെ പറയുന്നത് പേട്ട് എന്നാണ്. അപ്പൊ അവിടെ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, പേഡ് പേട്ട്. ഓക്കെ, പേട്ട് മെര പേട്ട് ദർദ് ഹോ രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വയറ് വേദനിക്കുന്നു എന്ന് പറയുന്നതാ. അവിടെ നമ്മള് മെര പേട് ദർദ് ഹോ രേ എന്ന് പറയില്ല കേട്ടോ. അവിടെ പറയുമ്പോൾ അതിന്റെ അർത്ഥം വ്യത്യാസമുണ്ട്, പറഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. പേട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറ്. ഇനി പുറത്തിനെ പറയുന്നത് എന്താണെന്നറിയാം? പീട്ട് എന്നാണ്. പേട്ട് വയറ്, പീട്ട് പുറം എന്ന് പറയുന്ന കേട്ടോ. അപ്പൊ പുറം വേദനയ്ക്ക് പീട്ട് ദർദ് എന്നാ പറയാം. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി അതുപോലെ തന്നെ നമുക്ക് ഒരുപോലെ തോന്നുന്ന വാക്കുകളാണ് കേല, ഖേല. എങ്ങനെ പ്രൊനൗൺസ് ചെയ്തേ? കേല, ക എന്ന് വെച്ച് നമ്മൾ പ്രൊനൗൺസ് ചെയ്തു. അടുത്തത് നഖത്തിന്റെ ഖ, ഖേല എന്നാ പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഇതിന്റെ വ്യത്യാസം എന്താണ്? കേല എന്ന് പറയുന്നത് നമ്മുടെ വാഴപ്പഴത്തിന്റെയാണ് കേട്ടോ, കേല എന്ന് പറയുന്നത്. ഇപ്പോ 1 kg കേല ദീതോ എന്ന് പറഞ്ഞാൽ 1 കിലോ പഴം തരൂ എന്ന് പറഞ്ഞതാ. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി അതുപോലെ തന്നെ ഖേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഖേല എന്ന വാക്കിന്റെ, ഖേല എന്ന് പറഞ്ഞാൽ എന്താ ഹിന്ദിയില്? കളിക്കുക അല്ലെ, കുട്ടികൾ കളിക്കില്ലേ? അപ്പൊ നമ്മൾ പറയത്തില്ലയോ വേ കേൽ റേ, അവര് കളിക്കുകയാണ് എന്ന് പറയത്തില്ലയോ? വേ കേൽ റേ ഹേ ഹേ, അവർ കളിക്കുകയാണ്. അപ്പൊ കളിക്കുക എന്ന വാക്കിന്റെ പാസ്റ്റ് ഫോം ആണ് ഖേല, കളിച്ചു. അപ്പൊ കളിച്ചു എന്ന് പറയാൻ ഉപയോഗിക്കുന്ന വാക്കാണ് എന്ത്? ഖേല. പഴത്തിനെ പറയുന്നത് കേല. ക്ലിയർ ആയോ? ഇനി അതുപോലെ 2 വാക്കുകളാണ് ബേച്ചന, ബേജന. മനസ്സിലാവുന്നുണ്ടോ? ബേച്ചന, അവിടെ നമുക്ക് ആ ബായ്ക്കും ചായക്കുള്ള ഡിഫറൻസ് ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. അടുത്തത് ഭേജന. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. അപ്പൊ ബേച്ചന എന്ന് പറയുന്നത് വിൽക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ഞാൻ എന്റെ കാറ് വിറ്റു, അല്ലെങ്കിൽ എന്റെ വണ്ടി വിറ്റു. മേരി ഗാഡി ബേച്ച് ദിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വണ്ടി വിറ്റു എന്ന് പറയുന്ന ബേച്ച് ദിയ. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഞാൻ ഇന്നലെ മെയിൽ അയച്ചിരുന്നു, അവിടെ അയക്കുക എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. എന്ത് സാധനം ആയിക്കോട്ടെ, പാഴ്സൽ ആയിക്കോട്ടെ, ഇമെയിൽ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അയക്കുക എന്നുള്ള വാക്കിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഭേജന. ഓക്കെ, അപ്പൊ മെനേക്കാൾ മെയിൽ ഭേജാത എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ മെയിൽ അയച്ചിരുന്നു. മെനേക്കാൾ മെയിൽ ഭേജാത. ക്ലിയർ ആയോ? ഇവിടെ ഞാൻ നിങ്ങൾക്ക് സെന്റൻസ് അല്ല മനസ്സിലാക്കാൻ പറയുന്നത്, ഈ അർത്ഥവ്യത്യാസങ്ങൾ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ വരുന്ന മാറ്റങ്ങളിൽ വരുന്ന അർത്ഥവ്യത്യാസങ്ങൾ ഇത്രത്തോളം ഉണ്ട് എന്ന് പറയുന്നതാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഓക്കെ.